ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ ജനജാഗരണ സമ്മേളനവും KLCA നേതൃസംഗമവും തിരുവനന്തപുരത്ത് പാളയം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലീത്ത റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഡോക്ടർ ശശി തരൂർ MP, അഡ്വക്കേറ്റ് M വിൻസെന്റ് MLA, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV രാജേഷ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. KRLCC സെക്രട്ടറി പാട്രിക് മൈക്കിൾ സ്വാഗതം ആശംസിച്ചു. വനവാസികൾ ആ കമ്മീഷനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷന്റെ തീരുമാനങ്ങൾ വേഗത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുനമ്പം ദർശനം ഒരിക്കലും വർഗീയവൽക്കരിക്കാൻ നമ്മൾ ഇടയാക്കരുത്. നമ്മുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, മതേതരത്വം കാത്തു സൂക്ഷിക്കുക, അതായത് സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയാണ് ലത്തീൻ സമൂഹം. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. ഭരണഘടന പറയുന്ന രാജ്യത്തിന്റെ സോവറിറ്റി, രാജ്യത്തിന്റെ സോഷ്യലിസം, രാജ്യത്തിന്റെ സെക്യുലറിസം, ഇവയെല്ലാം കാത്തു പരിപാലിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നമ്മുടെ സമുദായ സംഘടന പിരിച്ചുവിടുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും ചെയ്ത ഒരു ചരിത്ര പാരമ്പര്യവും ലത്തീൻ കത്തോലിക്ക സമുദായത്തിനുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇതര സമൂഹങ്ങൾ സമുദായ സംഘടനകളെ പുനരുജ്ജീവിപ്പിച്ച് പുതിയ രാഷ്ട്രീയ ശാക്തീകരണത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഈ ദിവസത്തിന്റെ ആശംസകളും നന്മകളും നേരുകയും യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എത്താവുന്നതാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന അഭിമാനത്തോടുകൂടി ഞാൻ നിൽക്കുന്നു. രണ്ട് പിതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, അധ്യക്ഷ പ്രസംഗം കേട്ടപ്പോൾ, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുമെന്നുള്ള അചഞ്ചലമായ പ്രഖ്യാപനത്തോടൊപ്പം ഇത്തരം വിഷയങ്ങൾ മുതലെടുത്ത് കേരളത്തെ തകർക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന ഹൃദയത്തിൽ കൊണ്ടൊരു സന്ദേശം ആരംഭിക്കുന്ന നമ്മുടെ ഭാവി ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ, നമ്മുടെ സ്വന്തം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ആർച്ച് ബിഷപ്പ് തിരുവനന്തപുരം, മഹിതമായ 12 വർഷക്കാലം KRLCCയുടെ ജനറൽ സെക്രട്ടറിയായി, KRLCCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനം ചെയ്തു. POCയുടെ ഡയറക്ടറായും നിയുക്തനായിരുന്ന വിജയത്തിന്റെ പ്രധാനമായ പുതുക്കുറിച്ചി കൊറോണയിലെ സെന്റ് മൈക്കിൾ ഭാഗമായ ശ്രീ അഡോഷ്യസ് 27 വർഷങ്ങളുടെ അധ്യക്ഷൻ ഇപ്പോൾ
140 കേസുകൾ ഞങ്ങൾക്ക് വലിയ കേസുകൾ മാത്രമല്ല വെച്ച് ഞങ്ങളെ സൂചിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ആവശ്യം മുഴുവൻ കേസുകൾ പിൻവലിക്കലാണ്. ശുപാർശകൾ 2023 മെയ് മാസം ജസ്റ്റിസ് JP കോശി കമ്മീഷൻ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു. 284 ശുപാർശകൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതി പറഞ്ഞിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ ശുപാർശകൾ സാധിക്കും. വന്യജീവി ആക്രമണത്തിനുള്ള പരിഹാരം സർട്ടിഫിക്കറ്റ് വിഷയം കുറെ കാലമായി നമ്മൾ പറഞ്ഞു പോകുന്നതാണെങ്കിലും ഇത്